നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ലോക് ഭവനിൽ ഗവർണറെ കാണാനെത്തിയ ഞാനടക്കമുള്ള കുറച്ചു പേരെ, അതുകൊണ്ട് 9ഓളം പേരുണ്ടായിരുന്നു. ആ 9ഓളം പേരെ ഗവർണർ ഒരു പൊന്നാട അണിയിച്ച് ആദരിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്തയാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത്. ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ഏതായാലും സംഘപരിവാർ അനുകൂലികളെ സർക്കാർ ചെലവിൽ ആദരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വലിയ രീതിയിൽ ഫലപ്രദമായി മുന്നോട്ട് പോയില്ല. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റാഹിസ് റഷീദ് അടക്കമുള്ളവർ പറഞ്ഞത്, ചിലരുടെ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പേര് കൂടി പറഞ്ഞിട്ട് റാഹിസ് റഷീദ് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പേരുകളുള്ള ചിലർ എന്നാണ്. പേരുകളുള്ള ചിലരല്ല, അങ്ങനെയൊക്കെയുള്ള ചിലർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. റാഹിസ് റഷീദിന് എന്നെ അറിയാത്തതല്ല. സംഘപരിവാർ അനുകൂലിയായ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത. ഏതായാലും ഞാൻ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് മാത്രമല്ല, ഭാരത് ലൈവ് എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൻ്റെ വളരെ പ്രധാനങ്ങളിൽ ഒരാളാണ്. എൻ്റെ സ്വന്തം സ്ഥാപനമാണ് ഭാരത് ലൈവ് എന്ന് പറയുന്നത്. ഈ ഭാരത് ലൈവിൽ ഏതാണ്ട് 5.25 ലക്ഷം സബ്സ്ക്രൈബറും 30 കോടിയിലധികം വ്യൂസും ഒക്കെയായി അത്യാവശ്യം നന്നായി നടന്നു പോകുന്ന ഒരു ചാനൽ കൂടിയാണ്. ഇനി അതും മാത്രമല്ല, റാഹിസ് റഷീദ് അടക്കമുള്ളവർ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള, അവരുടെ സീനിയറായി ജോലി ചെയ്ത ഒരാളാണ്. റാഹിസ് റഷീദിന്റെ സീനിയറായി ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അന്ന് റാഹിസ് റഷീദ് ട്രെയിനി ആയിരുന്നു ഞാൻ അവിടെ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ റാഹിസ് റഷീദിനോ മറ്റുള്ളവർക്കോ എന്നെ അറിയാത്തതുമല്ല. അപ്പോൾ സംഘപരിവാർ അനുകൂലിയായ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മാധ്യമപ്രവർത്തക എന്ന് പറയാമായിരുന്നു. ഇനിയിപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാര മാധ്യമ പ്രവർത്തനം മാത്രമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗവുമായിരുന്നു. അതും മറച്ചു വെക്കപ്പെടേണ്ട കാര്യമല്ല, എന്നെ റദ്ദ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട കാര്യവുമല്ല. അപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ മാധ്യമപ്രവർത്തനം എന്ന പേരിൽ എൻ്റെ എത്തിക്സ് വിട്ടൊരു കാര്യം ചെയ്തിട്ടുമില്ല. ഇവരെക്കാളൊക്കെ ഏറെ തരത്തിനനുസരിച്ച് സംസാരിക്കാതെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന, ഏതൊരു വിഷയത്തിലും എൻ്റെ സ്വന്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മാധ്യമ പ്രവർത്തക എങ്ങനെ പെരുമാറണോ അങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ വ്യക്തിപരമായി എഴുതുന്നതിനപ്പുറത്തേക്ക് ഒരു വാർത്തയിലും ഞാൻ എൻ്റെ രാഷ്ട്രീയം കലർത്തുകയോ രാഷ്ട്രീയപരമായ ഏതെങ്കിലും തരത്തിൽ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ നിയമത്തിനും നീതിക്കും നിരക്കാത്ത കാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഏതായാലും ഇപ്പോൾ പറയാനുള്ള കാര്യം മറ്റൊന്നാണ്. നമ്മുടെ ഗവർണർ ആരുമായും ഒരു വഴക്കോ ബഹളമോ കൺഫ്രണ്ടേഷനോ ഒന്നും പോകുന്ന ആളല്ല. ഗവർണർ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് പലരും ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, ഞാനിവിടെ വന്നത് വിവാദമുണ്ടാക്കാനല്ല, മറിച്ച് വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ മുന്നോട്ട് പോകാനാണെന്ന്. അദ്ദേഹം പലപ്പോഴും പല മാധ്യമപ്രവർത്തകരെയും ഒക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ അവിടേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നവരെ അവിടെ സ്വീകരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു സാധാരണ മര്യാദയുടെ ഭാഗമായി, മലയാളിയല്ല കേട്ടോ, അതുകൊണ്ടായിരിക്കാം, മലയാളിക്കാണ് ഈ മര്യാദകളൊക്കെ വളരെ മോശം കാര്യമായി തോന്നുന്നത്. കേരളത്തിന് വെളിയിൽ എവിടെ പോയാലും സാധാരണഗതിയിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് നോക്കണ്ട, തമിഴ്നാട് നോക്കണ്ട കേട്ടോ, ബാക്കിയുള്ള എവിടെ പോയാലും അവിടെ നമ്മളെ സ്വീകരിക്കുന്നത് ഒന്നുകിൽ പൊട്ടുതൊട്ട്, ആരതി ഒഴിഞ്ഞ്, അല്ലെങ്കിൽ ഷാൾ അണിയിച്ച്, ബൊക്ക തന്ന് ഒക്കെയാണ്. കേരളത്തിലെ പുരോഗമനത്തിന്റെ തോത് വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള സ്വീകരണങ്ങളെക്കാൾ ഉപരി കള്ളുകുടിച്ച് കഞ്ചാവടിക്കുന്നവരെയൊക്കെയാണ് സംസ്ഥാന സർക്കാർ ആദരിക്കുന്നത്, അല്ലെങ്കിൽ അവിഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരെയാണ് സംസ്ഥാന സർക്കാർ ആദരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായി ആരെങ്കിലും ആദരിക്കുന്ന കണ്ടാൽ ഹാലിളക സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഷാൾ അണിയിച്ച് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഇന്നും ഇന്നലെയും അല്ല മാധ്യമങ്ങളെ കാണാൻ തുടങ്ങിയത്. അദ്ദേഹം പലരെയും നേരത്തെ ഷാജിസ്കറിയെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷാജിസ്കറി അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ പലരെയും അദ്ദേഹം കാണാൻ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്നവരും മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുന്നവരും മാധ്യമപ്രവർത്തകരും ഒക്കെ അദ്ദേഹം വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തുവിടാൻ പോകുന്ന പുതിയ ചിത്രങ്ങൾ, ആ 9 പേരിൽ തന്നെ CPIയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ സംഘപരിവാർ അനുകൂലികളെ മാത്രമാണ് വിളിച്ചതെന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു പോകാനുള്ള കാരണവും അത് തന്നെയാണ്. ഇപ്പൊ പുറത്തു വരുന്ന ചില വാർത്തകൾ നമുക്കറിയാം. MP സന്തോഷ് എന്ന മാധ്യമപ്രവർത്തകനെ നമുക്കറിയാം. MP സന്തോഷിനെ, അതുപോലെ തന്നെ സ്പീക്കറെ, അതുപോലെ തന്നെ ദേശാഭിമാനിയുടെ ജിജോ ജോണിനെ ഒക്കെ അദ്ദേഹം ആദരിക്കുന്ന
അദ്ദേഹം ഷാളിട്ട് സ്വീകരിക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിഥികളോട് ആദരവ് കാട്ടുക എന്ന സംസ്കാരമാണ് ലോക് ഭവനിലേക്ക് വരുന്നവരെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുക എന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കശ്മീരിൽ നിന്നും ഒറീസയിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ എത്തിയവരെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നതും പൊട്ടു തൊടുന്നതും ആരതി ഉഴിയുന്നതും കൈകൂപ്പുന്നതും കാലിൽ തൊട്ട് വന്നിക്കുന്നതും ഒക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ മുതിർന്നവരെയോ ഒന്നും ബഹുമാനിക്കാൻ അറിയാതെ ഒരു ക്രീമിന്റെ കാര്യം ചോദിച്ചപ്പോൾ അമ്മയെ അടിക്കുന്ന മക്കൾ, സഹോദരന്മാരെ കൊന്നുകളയുന്ന സഹോദരിമാർ, സഹോദരിമാരെ കൊന്നുകളയുന്ന സഹോദരന്മാർ, അച്ഛനെയും അമ്മയും ഒക്കെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾ, ഇതൊക്കെ കേരളത്തിന്റെ ഈ സാംസ്കാരിക തകർച്ചയുടെ ബാക്കിപത്രമായി ഇവിടെ നിലനിൽക്കുകയാണ്. അതിന് കാരണം ഇടതുപക്ഷം ഉയർത്തുന്ന പുരോഗമനം, അതായത് പുരോഗമനമാണെന്ന് പറയില്ല, വ്യാജ പുരോഗമനമാണെന്ന് ഞാൻ പറയും. അത്തരത്തിലുള്ള പുരോഗമനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഗവർണർ ആരെയെങ്കിലും ഒന്ന് ഷോൾ അണിയിച്ച് സ്വീകരിച്ചാൽ അതിലെന്താണ് ഇത്ര പറയാനും ബഹളം വെക്കാനുമുള്ളത്? സംഘപരിവാർ അനുകൂലികളെ ആയതുകൊണ്ട് സംഘപരിവാർ അനുകൂലികൾ എന്താ മോശക്കാരാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമായി യോജിക്കാത്തവരൊക്കെ മോശക്കാരായിരിക്കാം. ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രങ്ങളിലെല്ലാം ഇന്നുള്ളത് സംഘപരിവാർ അനുകൂലികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുകൂലികളെ ആരെങ്കിലും ഒരു ഷാൾ അണിയിച്ചാൽ അതൊക്കെ തെറ്റാണ്, സംഘപരിവാറുകാരെ മൊത്തത്തിൽ റദ്ദ് ചെയ്ത് കളയണം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഇനിയുള്ള കാലമൊന്നും നടപ്പില്ല എന്നാണ് റാഹിസ് റഷീദന്മാരോട് പറയാനുള്ളത്. റാഹിസ് എന്നെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ ഇടപഴകുന്ന ചേച്ചി എന്ന് വിളിച്ച് വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ റാഹിസ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലുള്ള ചിലർന്നൊക്കെ പറഞ്ഞാൽ ഏതോ ജീവനില്ലാത്ത വസ്തുവിന്റെ കാര്യം പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല, ഞാനൊരു മാധ്യമപ്രവർത്തകയാണെന്ന് വ്യക്തമായി ആ വാർത്ത വായിക്കുന്ന ആൾക്കറിയാം. വാർത്ത വായിച്ച ആളുകാരും എൻ്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല കേട്ടോ. ആദ്യത്തെ വരിയിലൊന്നും അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. സംഘപരിവാർ അനുകൂലി എന്നതിനപ്പുറത്തേക്ക് ആ ഇൻട്രോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും. അതിനുശേഷം പറയുമ്പോഴാണ് റാഹിസ് എൻ്റെ പേരുകൊണ്ട് എടുത്തു പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പറയാനുള്ളത് ആതിഥ്യ മര്യാദ പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ ആ ആതിഥ്യ മര്യാദ കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരും കണ്ടുപഠിക്കേണ്ടതാണ്. അല്ലാതെ ഒരു സെൽഫി എടുക്കാൻ വരികയോ ഒന്ന് സംസാരിക്കാൻ വരികയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മൈക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണല്ലോ, അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മൈക്കിനുണ്ടായാൽ മൈക്കിനെ അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്ന രീതിയുള്ള കേരളത്തിലെ ഈ പുരോഗമനക്കാർക്ക് ഒരു പക്ഷേ അതങ്ങ് ദഹിച്ചു എന്ന് വരില്ല. ഏതായാലും മാറി നിൽക്ക്, കടക്ക് പുറത്ത് എന്നുള്ള പ്രയോഗങ്ങളൊന്നും ഇത്തരത്തിലുള്ള സംഘപരിവാർ അനുകൂലികൾ നടത്തില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് സംഘപരിവാറുകാരനായി തന്നെ വളർന്ന് ജീവിച്ച ഗവർണർ വിശ്വനാഥ് ആർലേക്കർ. അക്കാര്യത്തിലൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നവരെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നത്.